കേരള പോലീസിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥർ വീണ്ടും സജീവമാകുന്നു. കൊല്ലത്തെ സുപ്രധാന സ്ഥാനം വഹിച്ചിരുന്ന ഡിവൈഎസ്പിക്കെതിരെ നടപടി ആരംഭിച്ചു. നേരത്തെ പ്രവർത്തിച്ചിരുന്ന പച്ചവെളിച്ചം ഗ്രൂപ്പ് വീണ്ടും പോലീസിൽ തലവെക്കുന്നതായാണ് സൂചന. കേരള പോലീസിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്നവരുടെ സംഘം പ്രവർത്തിക്കുന്നതായി നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. 20ഓളം USIമാരുൾപ്പെടെയുള്ള സംഘം പച്ചവെളിച്ചം എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് കേരള പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. ഗ്രൂപ്പുകളിൽപ്പെട്ട പലരെയും സ്ഥലം മാറ്റുകയും അപ്രധാന സ്ഥാനങ്ങളിലേക്ക് മാറ്റി നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഈ സംഘം വീണ്ടും സജീവമാകുന്നതായാണ് സൂചന. കേരളത്തിൽ മുൻപത്തേക്കാൾ തീവ്രവാദ ആഭിമുഖ്യമുള്ള സംഘടനയുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ഈ സംഘം സുപ്രധാന വിവരങ്ങൾ പലതും ചോർത്തുന്നതായാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ മറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച പരാതികളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൊല്ലത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ഡിവൈഎസ്പിയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറാൻ കാത്തുനിൽക്കാതെയാണ് അടിയന്തര സ്ഥലമാറ്റം നൽകിയത്. തീവ്രവാദാഭിമുഖ്യമുള്ള സംഘടനകളെ സംബന്ധിച്ച് വിവരങ്ങൾ പലതും സേനയിൽ നിന്ന് ചോരുന്നതായി ഉന്നത ഉദ്യോഗസ്ഥർ സൂചന നൽകിയിരുന്നു. നേരത്തെ അഭിമന്യു വധക്കേസിലെ അന്വേഷണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ ചോർത്തിയതായി വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് ഷാജി വധശ്രമ കേസിലെ പ്രതികളെ പിടികൂടുന്നത് സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ ചോർന്നതിലും ഈ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തൊടുപുഴ, ആലുവ, കൊല്ലം, മൂവാറ്റുപുഴ തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.